നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 12/8/2025 രാവിലെ റബ്ബർ വില 1 രൂപയാണ് കുറയുന്നത്. കച്ചവടത്തിന് വില വൻ കുതിപ്പ്. ഇന്നലെയൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ 400 ഉണ്ടായിരുന്ന കച്ചവടം ഇപ്പോൾ 50 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഈ സ്വർണ്ണവിലയും കുറഞ്ഞു. ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 201, RSS 5 കിലോ 198, ISNL 20 176, ലാറ്റക്സ് 60% ഉള്ളത് 139 രൂപ 50 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 201, RSS 5 കിലോ 198, ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 129, 60% DRC ഉള്ള ഒട്ടുപാൽ 96 രൂപ 75 പൈസയുമാണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് ഇനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 191, ലോട്ട് കിലോ 172 മുതൽ 177. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 193, RSS 5 കിലോ 190, ISNL 20 168 രൂപ 50 പൈസ മുതൽ 169 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 198 മുതൽ 117 ഇന്നത്തെ റബ്ബറിൻ്റെ വിലയിൽ RSS 4-ഉം 5-ഉം ISNL-നും ഒട്ടുപാലും 1 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ കൂടുമ്പോൾ 50 പൈസയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 രൂപയും 2 രൂപയാണ് കുറയുന്നത്. ഇന്നത്തെ രാവിലത്തെ വില. കർഷകർ ശുഭപ്രതീക്ഷയിൽ വീണ്ടും അനുകൂലമായ കാലാവസ്ഥയിൽ ടാപ്പിംഗ് നടക്കുകയാണ്. അപ്പോൾ നിരാശയിലും റബ്ബറിൻ്റെ 1 രൂപയും 2 രൂപയൊക്കെ കുറയുന്നുണ്ട്. റബ്ബർ കർഷകർക്കും തൊഴിലാളികൾക്കും പാട്ടമെടുത്തവർക്കും വളരെ നിരാശയിലാണ്. ഇതിൽ മറ്റു വില നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ 671, കുരുമുളക് പുതിയത് 661, കുരുമുളക് ഗാർബിൾഡ് കിലോ 691, മഞ്ഞൾ സേലം 155, പൈനാപ്പിൾ പച്ച 28, കുരുമുളക് വയനാടൻ 670, ചേട്ടൻ 660, കാഞ്ഞിരക്കുരു 1850, ജാതിക്ക തൊണ്ടോടുകൂടി 280, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കയർ ഇഴക്കയർ 10, കരിപ്പോട്ടിക്കയർ 10 മുതൽ 15, കൊക്കോ 340, കശുവണ്ടി 110, കച്ചോലം 450, വെളിച്ചെണ്ണ ലിറ്ററിന് ഇപ്പോൾ 500, തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90, എടുത്തപടി 231. ഇന്നത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിന് 70 രൂപയും 1 പവൻ്റെ മുകളിൽ 560 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 22 ക്യാരറ്റ് 1 ഗ്രാം 9375, 1 പവൻ 75,000. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,220, 1 പവൻ 81,824. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കുക. മഴ വീണ്ടും സജീവമാവും. ബംഗാൾ ഉൾക്കടലിൽ 2 ദിവസത്തിനകം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ കാലവർഷം വീണ്ടും തിരികെ കേരളം ഉൾപ്പെടെ തെക്കൻ മേഖലയിൽ എത്താനാണ് സാധ്യത. ഉൾക്കടലിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ രാത്രിയോടെ ന്യൂനമർദ്ദം ഉടലെടുക്കുന്നതിന് മുന്നോടിയായുള്ള ചക്രവാത ചുഴി ഇപ്പോൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം. ഓഗസ്റ്റ് 13 ന്യൂനമർദ്ദമായി ശക്തിപ്പെടും. കണ്ടതിൽ വളരെ നന്ദി.